ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ അഹദുകുമുൽ മർഅ فإن استطاع أن ينظر منها إلى ما يدعوه إلى نكاحها فليفعل. رواه أحمد وأبو داود ورجاله ثقات وصححه الحاكم. സഹോദരങ്ങൾ, വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് വന്ന ഹദീസുകളിൽ ഒരെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് വിവാഹ അന്വേഷണവും അതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ടതായ മര്യാദകളും എല്ലാം പരാമർശിക്കുന്ന ഹദീസുകളിൽ ഒന്നാണ് നമ്മൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബുലൂൽ മറാമിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഈ വിഷയത്തിൽ ആദ്യം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഇതാണ്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ അഹദുകുമുൽ മർഅ, നിങ്ങളിലൊരാൾ ഒരു സ്ത്രീയോട് വിവാഹാന്വേഷണം നടത്താൻ ഉദ്ദേശിച്ചാൽ, ഫഇൻ ഇസ്തതാഅ അൻ യൻദുറ മിൻഹാ ഇലാ മാ യദ്ഉഹു ഇലാ നികാഹിഹ, അവളെ വിവാഹം ചെയ്യുവാൻ മതിയായത് അവളിൽ നിന്ന് നോക്കാൻ അവന് സാധിക്കുമെങ്കിൽ ഫല്യഫഅൽ, അവനങ്ങനെ ചെയ്യട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവാഹാന്വേഷണവും അന്വേഷണത്തോടനുബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവാഹാന്വേഷണവും അതിൻ്റെ രീതികളും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും അവസ്ഥ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എല്ലായിടത്തും ഒരേ രൂപത്തിലായിരിക്കില്ല വിവാഹാന്വേഷണത്തിൻ്റെ രൂപങ്ങളുണ്ടാവുക. പക്ഷെങ്കിലും പൊതുവായിട്ട് അതിൽ പാലിക്കേണ്ട ചില ഇസ്ലാമികമായ മര്യാദകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർദ്ദേശിക്കുന്നത്. വിവാഹം അന്വേഷിക്കുക എന്നത് ഒരു വിവാഹത്തിൻ്റെ തുടക്കമാണ്. അന്വേഷണം നല്ല ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തണം. തിരഞ്ഞെടുപ്പ് നന്നായാൽ കുടുംബജീവിതം മതബോധമുള്ളതും സന്തുഷ്ടവുമായിരിക്കും. തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ജീവിതം ശ്രമകരമായിരിക്കും. ഒരുപക്ഷെ പല ശ്രമങ്ങളിലൂടെ ശരിയാക്കിയെടുക്കാമെങ്കിലും പലപ്പോഴും പ്രയാസമായിരിക്കും. അറബിയിൽ ഒരാപ്തവാക്യമുണ്ട്, ഇയ്യാക്കും വഹംറ അദ്ദിമൻ, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് കുപ്പയിൽ തളിർത്തു വളർന്ന് പുഷ്പിക്കുന്ന പൂക്കൾ, അത്തരം ചെടികൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. വെള്ളക്കെട്ടിൽ കുറച്ച് ദിവസം വെള്ളം ഉണ്ടാകും, അതിൽ ചെടി വളരും, ഭംഗിയുള്ള പൂക്കൾ അതിലുണ്ടാകും. എല്ലാ അഴുക്കുകളും ചേർന്ന് നിൽക്കുന്ന കുപ്പയായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ മഴവെള്ളം അവസാനിക്കുന്നതോടുകൂടെ അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. ആ ചെടിയുടെ ഭംഗി കണ്ട്, അതിൻ്റെ പൂവിൻ്റെ സൗന്ദര്യം കണ്ട് നിങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കരുത്. അത് വളർന്നു വന്ന സാഹചര്യം, ചുറ്റുപാടുകൾ, അത് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം. ഇത് അറബിയിലുള്ള ഒരു പ്രയോഗമാണ്. കുപ്പയിൽ വളർന്നു വരുന്ന ചെടികളുടെ സൗന്ദര്യം നിങ്ങളെ ആകർഷിക്കരുത്, നിങ്ങളത് സൂക്ഷിക്കണം എന്നുള്ള ഒരു ഉപദേശം. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹാന്വേഷണം നടത്തുന്ന ആൾ അന്വേഷിക്കേണ്ടത്
തൊലി നിറവും സൗന്ദര്യവും 101 വോൾട്ടും, അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിൽ പറയുന്നത്. അത് കണ്ട് അതാണ് ജീവിതം, അത് എനിക്ക് നേടിയെടുത്താൽ എൻ്റെ ജീവിതം ധന്യമാകും, സന്തോഷമാകും എന്ന മൗഢ്യമായ ചിന്ത ഇന്നത്തെ ലോകത്ത് വ്യാപകമാണ്. കാരണം ഇന്ന് ലോകം ഏതാണ്? ക്വാളിറ്റിയല്ല ഒരു സാധനത്തിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നത്. ക്വാളിറ്റിയല്ല. ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം ജപ്പാനും അതുപോലുള്ള രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അതിനേക്കാളും ഭംഗിയും ഫിനിഷിംഗ് ഉള്ള സാധനം ചൈനയിൽ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇറങ്ങും. വിവരമില്ലാത്ത ആളുകൾ ആകർഷിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. കാരണം അവർ നോക്കുന്നത് ക്വാളിറ്റിയല്ല, ഭംഗിയാണ്. നല്ല തിളക്കവും ഭംഗിയുണ്ട്, അത് ഉഷാർ തന്നെയെന്നുള്ളതാണ്. തിളക്കമുള്ള മനസ്സില്ലെങ്കിൽ, ഭംഗിയുള്ള മനോഹരമായ മനസ്സില്ലെങ്കിൽ ബാഹ്യമായി കാണുന്ന ഈ ഭംഗി പ്രയാസമുണ്ടാക്കുകയാണ് ചെയ്യുക, ഭാരമായി തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർദ്ദേശിക്കുന്നത്, വിവാഹം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ അവൻ പോയി കാണട്ടെ എന്നാണ്. അതെന്തിനാണ്? 2 രീതിയിലായിരുന്നു പഴയ കാലത്തൊക്കെ ആളുകൾ ചെയ്തിരുന്നത്. വിവാഹം ചെയ്യുന്ന വധൂവരന്മാർ പരസ്പരം കാണുകയോ സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ കാണുന്നത് ബന്ധുക്കളായിരിക്കും. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാരെങ്കിലും പോയി കണ്ട് അവരാണ് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, കാണാൻ സാധിക്കുന്നവർ നേരിട്ട് കാണുക, അതാണ് വേണ്ടത് എന്നാണ്. അങ്ങനെയായാൽ പരസ്പരം കണ്ട് പരിചയപ്പെട്ട് മുഖങ്ങളാകുമ്പോൾ പിന്നീട് സംശയങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ സാധ്യതയില്ല. അതല്ലെങ്കിൽ കേട്ടതുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കണ്ടത് യഥാർത്ഥത്തിൽ പങ്ങളായിരിക്കാം, അല്ല സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുന്നത്. എന്നാലും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരസ്പരം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതല്ല, അല്ല ഞാൻ വിചാരിച്ചിരുന്നൊരു വധുവല്ല, വരനല്ല എന്നുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രയാസമുണ്ടാകും. കുറച്ച് മുമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എൻ്റെ വാപ്പ സെലക്ട് ചെയ്തല്ലേ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ബന്ധുക്കളൊക്കെ കൂടി തീരുമാനിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ തൃപ്തിപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇന്ന് സമൂഹം അതിലൊക്കെ കുറേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്, വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരെ കാണണം എന്നുള്ളതാണ്. പരസ്പരം കാണാൻ സാധിക്കുന്നവർ കാണണമെന്നുള്ളതാണ്. ഫോട്ടോ കാണുന്ന സംവിധാനം ഇപ്പോൾ നാട്ടിലൊക്കെ വ്യാപകമാണ്. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലൊക്കെ ഫോട്ടോ കൈമാറ്റമാണ് നടക്കുന്നത്. പക്ഷെ അതൊരു പരിധിവരെ സ്വീകാര്യമാണെങ്കിലും അത് ആത്യന്തികമല്ല. അതിന് ഫോട്ടോയിലുള്ള അവസ്ഥയായിരിക്കില്ല നേരിൽ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്ന ആളുകൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യും. വിവാഹാന്വേഷണത്തിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ എന്നോട് പറഞ്ഞു 99 എണ്ണം കണ്ടു, 99ാമത്തതാണ് തീരുമാനിച്ചത്. അങ്ങനെ അന്വേഷണമായി നടക്കുന്ന ആളുകൾ, പെൺകുട്ടികളുണ്ട് എന്ന് കേൾക്കുന്ന വീട്ടിലെല്ലാം പോവുക, എല്ലായിടത്തും നന്നായിട്ട് തിന്നുക, എന്നിട്ട് പോകുക. നമ്മൾ അന്വേഷണം നടത്തേണ്ടത് എങ്ങനെയാണ്? നമുക്കൊരു വിവാഹം നടത്തണമെന്നൊരു ഉറച്ച തീരുമാനം വേണം. ഏകദേശം നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നൊരു കുടുംബവും പശ്ചാത്തലമൊക്കെ ആണ് എന്നുള്ളത് നമുക്ക് ആദ്യം അന്വേഷണത്തിൽ മനസ്സിലാണ്. ആ കുടുംബത്തിൽ നിന്ന് എന്തായിരുന്നാലും എനിക്ക് ആ കുട്ടിയെ കെട്ടിച്ച് തരില്ല എന്ന് നമുക്കറിയാം. ആ കുട്ടി എന്നെ സ്വീകരിക്കില്ല എന്നതാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ പിന്നെ അവിടെ അന്വേഷണത്തിൽ പോകാതിരിക്കുന്ന ഒരു സാധ്യത വേണമല്ലോ. നമ്മളുമായി സാമൂഹികമായ അവസ്ഥയനുസരിച്ച് വിവാഹം നടക്കും, അവർ വിവാഹത്തിന് തയ്യാറാകും എന്നൊക്കെയുള്ള ഒരു സാധ്യത നമ്മുടെ മനസ്സിലുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അന്വേഷണത്തിന് പോകേണ്ടത്. തീരെ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്വേഷിച്ച് വെറുതെ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ അന്വേഷണം നടത്തിയാൽ നമുക്കത് നടപ്പിലാക്കണമെന്ന ഉദ്ദേശപ്രകാരമാകണം. പോയി നോക്കുക എന്ന് പറയുന്ന രീതിയിൽ കാഴ്ച ബംഗ്ലാവിൽ ചെന്ന് സംഗതികൾ കണ്ടുപോരുന്നത് പോലെയുള്ള ഒരു രീതിയിലാണെങ്കിൽ അന്വേഷണം ശരിയായതല്ല. നമുക്ക് നടത്താമെന്ന് താല്പര്യമുണ്ടാകണം, നമ്മളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകണം.
അങ്ങനെയുള്ള പ്രാഥമികമായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആരായുകയും ചെയ്തിട്ട് പൊരുത്തപ്പെട്ടു പോകാം എന്നിടത്ത് എത്തുമ്പോഴാണ് നേരിട്ട് കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ എന്തിനാണ് കാണുന്നത്? സൗന്ദര്യം ആസ്വദിക്കാനല്ല കാണുന്നത്. അതല്ല വിവാഹാന്വേഷണത്തിൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമൂഹത്തിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്നാണ്. ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. സൗന്ദര്യമുണ്ടോ, വീട്ടിന് മുമ്പിൽ കാർ പാർക്കിംഗ് സൗകര്യമുണ്ടോ, വണ്ടി വീട്ടിൻ്റെ അകത്തേക്ക് തന്നെ കയറുമോ എന്നൊക്കെയുള്ള അന്വേഷണം നടത്തുന്ന ആളുകൾ ഒരുപാട് സമൂഹത്തിലുണ്ട്. ആ സമ്പത്തും സൗകര്യവും ഇതൊക്കെ നോക്കുന്നവരുണ്ട്. പക്ഷെ കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടത് ഫളുഫർ ബിദാത്തിദ്ദീൻ, നമുക്കെല്ലാം മനഃപ്പാടമുള്ള വചനമാണ്. മതബോധമുള്ള സ്ത്രീയെയാണ് ഒരു പുരുഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹുവിനെയും പരലോകത്തെയും ചിന്തിക്കുന്ന ബോധമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഭക്തി ഉണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും. സമ്പത്തോ കുടുംബകാര്യങ്ങളോ എല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും അതിർവരമ്പുകൾ ലംഘിക്കില്ല. ധൂർത്തും ദുർവയുണ്ടാവില്ല. ഭർത്താവിൻ്റെ പൈസ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള മനോഭാവം ഉണ്ടാവില്ല. കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനും അവയെല്ലാം തരണം ചെയ്യുന്നതിലും കൂടെ പങ്ക് വഹിക്കാനും സന്നദ്ധയാകും. കാരണം ഇത് പരലോകത്തേക്കുള്ള കാര്യമാണ്. ആ ഒരു ബോധം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും. അതേപോലെ തന്നെ പെൺകുട്ടിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ നിർദ്ദേശിച്ചത് മൻ തറല്ലൗന ദീനഹു വഖുലഖഹു, ദീനും സ്വഭാവവും അത് രണ്ടുമുള്ള ഒരാളാണെങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. പണവും തമ്മിൽ കല്യാണം നടക്കും, ഉദ്യോഗവും തമ്മിൽ കല്യാണം നടക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ ചോദ്യമാണ്, കുട്ടി മദ്രസ പഠിച്ചിരുന്നോ, എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ആദ്യം അന്വേഷിക്കേണ്ടത് ഏറ്റവും അവസാന ചോദിച്ചു. കാരണം അത് പ്രധാനമല്ല. പ്രഥമ ദൃഷ്ടിയിൽ നിറമാണ് നോക്കുന്നത്. നല്ല വെളുപ്പുണ്ടെങ്കിൽ പിന്നെ അടുത്ത അന്വേഷണം പണമുണ്ടോ, സൗകര്യമുണ്ടോ എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ ചോദ്യമാണ് ദീനുണ്ടോ. ഇവിടെയാണ് നമുക്ക് ക്രമം തെറ്റിയിട്ടുള്ളത്. അതിൻ്റെ ദുരന്തം പിന്നെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആളുകൾ എന്ത് പറയും? അന്ന് ഏതായാലും ആരും പറഞ്ഞെന്നില്ല. എന്നോടൊരാൾ പറഞ്ഞ കാര്യം പറഞ്ഞു, അന്ന് ഇതൊന്നും ആരും പറഞ്ഞെന്നില്ല, ഇപ്പം സഹിക്കുകയാണ്. കാരണം പണം കണ്ട് കല്യാണം കഴിച്ചു. ഇപ്പം അവളും അവളെ കുടുംബവും ഇവൻ്റെ തലയിലാണ്. ഇവൻ അവരെ കാൽച്ചുവട്ടിലാണ്. അവനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം അവരാണ് ഭരിക്കുന്നത്. അവരുടെ പണമാണ്, അവരുടെ കാറാണ്, അവർ വാങ്ങിക്കൊടുത്ത ജോലിയാണ്. ഇനി അവരെന്ത് പറയുന്നു അതനുസരിക്കണം. അപ്പോൾ നട്ടെല്ലില്ലാത്ത ഒരു ജീവിതമാണ്. ഒരു ഭർത്താവ് എന്ന് പറയാൻ യോഗ്യതയില്ലാത്ത, പൗരുഷമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. അവരെന്ത് പറയുന്നു അതൊക്കെ അനുസരിച്ച് ജീവിക്കുക. കാരണം അവർക്ക് പറയാൻ അവകാശമുണ്ട്. അത് കേൾക്കേണ്ടി വരുന്ന ഒരു നിന്ദ്യമായ അവസ്ഥ ആ വ്യക്തിക്കുണ്ട്. ഇതൊക്കെയാണ് വിവാഹരംഗത്ത് നിന്ന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതത്തിലും സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ആ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ഖുലുഖ്, ദീന്. അത് രണ്ടുമാണ് അന്വേഷിക്കേണ്ടത്. മതബോധമുണ്ടോ, ചിട്ടയുണ്ടോ, അത് അന്വേഷിക്കണം. രണ്ടാമത്തെ അന്വേഷിക്കേണ്ടത് സ്വഭാവം എങ്ങനെയുണ്ട് എന്നതാണ്. ഇത് രണ്ടുമാണ് മുഖ്യമായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിന് അനുബന്ധങ്ങളായി ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് മാത്രമാണ്. ആ അന്വേഷിക്കുന്നതോടുകൂടെ തന്നെ പരസ്പരം കാണുകയും ചെയ്യണമെന്നുള്ളതാണ്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്, കാണണം എന്നാണ്. എന്തുകൊണ്ട്? കണ്ട് പരിചയപ്പെട്ടതാണെങ്കിൽ ആ പരിചയപ്പെട്ട ആളുകളുടെ മനസ്സിൽ ആ മുഖങ്ങളുണ്ടാകും. ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാകുന്ന മുഖമേതാ? ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്ന ആ സന്ദർഭത്തിലുള്ള മുഖങ്ങളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതിൽ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാവുന്ന ഒരവസ്ഥയുണ്ട്. ആരോഗ്യപരമായിട്ടും മറ്റുമൊക്കെ യോജിച്ചു പോകാവുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് നിലനിൽക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംസാരത്തിന് വൈകല്യം ഉണ്ടായി, കണ്ണിന് വൈകല്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വൈകല്യവും മനുഷ്യർക്കുണ്ടാവും. നേരിട്ട് കണ്ട് ആ കാര്യങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല.
കണ്ടിട്ടാണ്, പരസ്പരം സംസാരിച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള വൈകല്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് വിവാഹം നടന്നത്. അവരെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല. നേരെ മറിച്ച് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടന്നിട്ട് പിന്നീട് വൈകല്യം കാണുകയാണെങ്കിലും അത് ഞാൻ അന്ന് അറിഞ്ഞില്ല എന്ന് പിന്നീട് പറയും. നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, പക്ഷെ മൂകയാണ്, സംസാരശേഷിയില്ലാത്ത കുട്ടിയാണ്. ഫോട്ടോ കണ്ട് കല്യാണം കഴിച്ചിട്ട് പിന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യം സംസാരിക്കുമ്പോൾ അറിയുന്നതിനൊരവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുകയും പരസ്പരം അറിയുകയും ചെയ്തിട്ട് വിവാഹം ചെയ്യണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഒരു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അനളർത ഇലൈഹ, നീ കണ്ടിരുന്നു, അവളായിട്ട് കണ്ട് സംസാരിച്ചിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കാണണം. എന്നിട്ട് അദ്ദേഹം ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. നിങ്ങളുടെ മകൾക്ക് വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ടല്ലോ, മകളെ കാണണം എന്ന് പ്രവാചകൻ എന്നോട് നിർദ്ദേശിച്ചു, അങ്ങനെ വന്നതാണ്. അപ്പോൾ കുട്ടി അകത്താണുള്ളത്. കുട്ടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമല്ലേ, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരികയും ചെയ്തു. പരസ്പരം കണ്ട് അവർ തൃപ്തിപ്പെട്ടു. അത് ഒരാവശ്യമാണ്. കണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയങ്ങളൊന്നുമില്ല. പലപ്പോഴും സമൂഹത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്, സംശയങ്ങൾ പറയാറുണ്ട്. കാണിച്ചത് അനുജത്തിനെയാണ്, കെട്ടിച്ചത് ജ്യേഷ്ഠത്തിനെയാണ്, ഇതെല്ലാം പരാതികൾ ആൾക്കാരുടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾക്കൊന്നും പിന്നെ സാധ്യതയില്ല. പരസ്പരം കണ്ട് തൃപ്തിപ്പെട്ടു, രണ്ടുപേരും തൃപ്തിപ്പെട്ടു. ചിലപ്പോൾ കേട്ട മാതിരി ആയിരിക്കില്ല യുവാവ്. പെൺകുട്ടി പറയും കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഞാൻ വിചാരിച്ച് ചെറുപ്പക്കാരനല്ല ഇയാൾ. പിന്നെ ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറല്ല. അതൊക്കെ പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാണാനുള്ള അവസരം ആദ്യം ഉണ്ടാകണമെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് ഫഇന്ന ഫി അയ്യുനിഹിന്ന, അൻസാരി സ്ത്രീകളുടെ കണ്ണിൽ ഒരു ചെറുപ്പമുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആളുകളുടെ കണ്ണ് കണ്ടില്ല, ചില ആളുകളുടെ കണ്ണിൻ്റെ നിറം പോലും വ്യത്യാസമുണ്ടാകും. അപ്പോൾ അത് ഓരോ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഉണ്ടാകും. കണ്ണിൻ്റെ വലിപ്പത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്ക്, അവയവങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ കാണണം എന്ന് റസൂൽ നിർദ്ദേശിച്ച കാര്യമുണ്ട്. ചില സഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആദ്യം അവർ അപ്രതീക്ഷിതമായി കണ്ടു എന്നുള്ളതാണ്. അഥവാ സ്ത്രീ അറിയാതെ, പെൺകുട്ടി അറിയാതെ കണ്ടു. കണ്ടതിൻ്റെ ശേഷം പിന്നെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള സഹാബികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് ആദ്യം കാണുന്നത് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ അവസ്ഥയിൽ ആദ്യം ഒന്ന് ഫോട്ടോ കണ്ട്, ഫോട്ടോ കാണുമ്പോൾ ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടാവുമല്ലോ, നമ്മുടെ മനസ്സിന് യോജിക്കുക, നമ്മൾക്ക് യോജിക്കുക എന്നുള്ളത്. കുടുംബപരമായിട്ട് യോജിപ്പുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ഫോട്ടോ കൂടി കാണുമ്പോൾ ഒരു ധാരണയും. എന്നിട്ട് നമുക്കൊരു യോജിച്ച് പോകാം എന്നിടത്ത് എത്തുകയാണെങ്കിലാണ് പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം എന്താണ്? കാണുക, പരസ്പരം അറിയുക. അറിയേണ്ട കാര്യം സ്വഭാവവും മതനിഷ്ഠയുമുള്ള ജീവിതത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ആ കാര്യങ്ങളായിരിക്കണം പ്രധാനമായിട്ട് ചോദിക്കേണ്ടത്. അതിൻ്റെ പുറമെ വിദ്യാഭ്യാസവും മറ്റ് ജീവിത കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കാരണം സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്കും തൻ്റെ ഇണ ഇന്ന രൂപത്തിനായിരിക്കണം എന്നുള്ളൊരു സങ്കല്പമുണ്ടാകും. അതുകൊണ്ട് രണ്ട് ഭാഗത്തിനുമുള്ള താല്പര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ പൊരുത്തപ്പെട്ടു പോയെങ്കിലേ ജീവിതം ധന്യമാവുകയുള്ളൂ. ജീവിതത്തിലേക്ക് വന്നിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് തുടക്കത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് യോജിച്ചു പോകാവുന്നതാണെങ്കിൽ യോജിക്കുക, യോജിച്ചു പോകാവുന്നതല്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിച്ചൊരു കാര്യം, ലാ യഖ്തിബു അഹദുക്കും അലാ ഖിത്ബത്തി അഖീഹി ഹത്താ യത്റുക്കൽ ഖാതിബു ഖബ്ലഹു ഔ യഅ്ദന ലഹു. ഒരാൾ വിവാഹാന്വേഷണം നടത്തിയാൽ അവരൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മറ്റൊരാൾ ചെന്ന് വിവാഹാന്വേഷണം നടത്താൻ പാടില്ല. അത് വിരോധിച്ച കാര്യമാണ്. ഒരു ടീം പറഞ്ഞു, അവരിങ്ങനെ അന്വേഷണം നടത്തി, നമുക്കറിയാം അവർ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ആ തീരുമാനത്തിലാകുന്നതിന് മുമ്പ് മറ്റൊരാൾ വീണ്ടും അവിടെ എന്ത് ചെയ്യരുത്, വിവാഹാന്വേഷണമായിട്ട് ചെല്ലരുത് എന്നാണ്.
ഒരുപക്ഷെ അവർ നടത്താനാ തീരുമാനിച്ചെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി അതാണ്, അവർക്ക് ഖൈറായിരിക്കും. അല്ലെങ്കിൽ അവർ ഒഴിവാക്കണം. അതല്ലെങ്കിൽ അവർ പറയാണ് ഞങ്ങളിങ്ങനൊരു അന്വേഷണം ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി അന്വേഷിച്ചോളൂ എന്ന് സമ്മതം കൊടുക്കുകയാണെങ്കിൽ വേറൊരു പാർട്ടിക്ക് പോയിട്ട് അന്വേഷിക്കും. അല്ലാതെ നിരന്തരമായി അന്വേഷണം വരുത്തിക്കൊണ്ടേയിരിക്കുക, നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല ഇസ്ലാമികമായ സംസ്കാരത്തിന് യോജിക്കുന്നത്. അത് റസൂൽ വിരോധിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യം പറഞ്ഞില്ല യഖ്തുബ അഹദുക്കും അലാ ഖിത്ബത്തി അഖീ, നിങ്ങളുടെ സഹോദരനാണ്, മറ്റൊരു മുസ്ലിമാണ് വിവാഹാന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ വിവാഹാന്വേഷണം നടത്തിയ സ്ഥിതിക്ക് ഹത്താ യത്റുക്കൽ ഖാതിബു, വിവാഹാന്വേഷണം നടത്തിയവൻ ആ വിവാഹം വേണ്ട എന്ന് ഉപേക്ഷിക്കുകയോ ഔ യഅ്ദന ലഹു, അനുവാദം കൊടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി മറ്റൊരാൾ ചെന്ന് വിവാഹാന്വേഷണം നടത്തുക. ഇത് ഇസ്ലാമിക സമൂഹത്തിലുണ്ടാകേണ്ട സംസ്കാരമാണ്. പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട്. വിരുദ്ധമായിട്ട് നടക്കാറുണ്ട്. ഒരന്വേഷണം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു അന്വേഷണം കൂടി വരും. അവസാനം ഈ പെൺകുട്ടിയും കുടുങ്ങും. ഇത് രണ്ടിൽ ഒരാളെ തിരഞ്ഞെടുക്കണമല്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ ബ്രോക്കർമാർ ഓരോരുത്തരെ കൊണ്ടുവരും. ഇതിൻ്റെ പരിണിത ഫലം എന്താണ്? ചിലപ്പോൾ ഒരന്വേഷണവും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇസ്ലാമികമായി ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ടീമായിട്ട് നമ്മൾ അന്വേഷണം നടത്തി അത് നമുക്ക് യോജിച്ച് പോകാൻ കഴിയുമോ, വരനും വധുവിനും സമ്മതമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവരുടെ തൃപ്തി മനസ്സിലാക്കിയിട്ട് തീരുമാനത്തിലെത്തുക. ആർക്കെങ്കിലും ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ല, ഇന്നേയും കാരണങ്ങൾ കൊണ്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവസാനിപ്പിച്ചു, വീണ്ടും ഒരു അന്വേഷണം വേറെ നോക്കാവുന്നതാണ്. അല്ലാതെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ചെയിനായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ സംസ്കാരം മുസ്ലിം സമൂഹത്തിലുണ്ടാകരുത്, സൊസൈറ്റിക്ക് യോജിച്ചതല്ല. കാരണം മുസ്ലിങ്ങൾ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാഹോദര്യ ബന്ധവും അവിടെ പരിഗണിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞ അലാ ഖിത്ബത്തി അഖീഹി, സഹോദരൻ്റെ അന്വേഷണം നടന്നിരിക്കെ അവൻ ഉപേക്ഷിക്കുകയോ സമ്മതം തരികയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെന്ന് മറ്റൊരു അന്വേഷണം നടത്തരുത് എന്ന് ഗൗരവത്തിലാണ് പ്രവാചകൻ വിരോധിച്ചത്. അപ്പോൾ അത് വിരോധിച്ച സംഗതിയാണ്, ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത്. നിഷിദ്ധമാണ് എന്നാണ്. നിസ്സാരമായിട്ടല്ലത് കണ്ടത്, ഗൗരവത്തിലാണ് ആ വിഷയം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ഖുർആൻ പറഞ്ഞത് അത്തൊയ്യിബാത്തു ലിത്തൊയ്യിബീൻ വത്തൊയ്യിബൂന ലിത്തൊയ്യിബാത്ത്, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്ക്, നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുമുള്ളതാണ്. അൽ ഖബീസാത്ത്, മ്ലേച്ഛ വനിതകൾ ലിൽ ഖബീസീൻ, മ്ലേച്ഛന്മാർക്കുള്ളതാണ്. അതാണ് കുഫ്ർ. തൊയ്യിബാണോ അവൻ അന്വേഷിക്കേണ്ടത് തൊയ്യിബത്തായ സ്ത്രീയായിരിക്കണം. അതാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലേക്കും നിലനിൽക്കുന്ന ഒരു കുടുംബജീവിതമാണ്. ഇസ്ലാമിക സംസ്കാരവും മതബോധവും ജീവിത ചിട്ടകളെല്ലാം ഉൾക്കൊണ്ട് കഴിയുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തൊയ്യിബത്തായ സ്ത്രീയെ തിരഞ്ഞെടുക്കും. അവർ തമ്മിൽ യോജിക്കും. തൊയ്യിബും ഖബീസും കൂടി യോജിക്കൂല, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഇവൻ പറയുന്ന നന്മയൊന്നും അവൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ നല്ല ഒരു വനിതയെ ഖബീസിന് വിവാഹം ചെയ്തു കൊടുത്താലും പ്രശ്നങ്ങളുണ്ടാകും. നമുക്കറിയില്ലേ എത്ര പെൺകുട്ടികളാണെന്നറിയാം. അറബി കോളേജിലൊക്കെ പഠിച്ചവരോ നല്ല ദീനീ ചിട്ടിയിലൊക്കെ വളർന്ന പെൺകുട്ടിയാണ്. കല്യാണത്തിൻ്റെ അന്ന് ആദ്യം അവളുടെ പർദ്ദ അവർ വലിച്ചെടുക്കും. അതുവരെ പർദ്ദയൊക്കെ ധരിച്ച് നല്ല വേഷത്തിലും നിസ്കാരമൊക്കെ ആയിട്ട് നടന്നിരുന്ന പെൺകുട്ടിയായിരുന്നു. നിക്കാഹിൻ്റെ ആ നല്ല സമയം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും നല്ല ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ് നിക്കാഹ്. ആ നിക്കാഹോടുകൂടെ ആ കുട്ടിയുടെ ജീവിതത്തിൽ പടച്ചോനെ മറന്നുകൊണ്ടുള്ള ജീവിതം തുടക്കം കുറിക്കും. അന്ന് മുതൽ തുടങ്ങിയ ദീനിൽ നിന്ന് അകന്നു. എത്ര ദുരനുഭവങ്ങൾ പെൺകുട്ടികൾക്കുണ്ടെന്നറിയാം. അപ്പോൾ എന്താണ് അവിടെ രക്ഷിതാക്കൾ അന്വേഷിച്ചത്? വരൻ്റെ സാമ്പത്തിക ചുറ്റുപാടും
അവൻ്റെ ജോലിയും അതൊക്കെയാണ് നോക്കിയത്. സ്വന്തം മകൾക്ക് ദുനിയാവുമില്ല ആഖിറും അല്ലാത്തൊരു ജീവിതത്തിൽ എത്തിക്കാൻ വലിയ പരാജയമാണ്. ആ കുട്ടി ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ദീനനുസരിച്ച് ജീവിക്കാൻ ഇയാൾക്ക് സാധിക്കില്ല. ആ ദീനില്ലാത്തൊരു ജീവിതം വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ആദ്യ ദിനം തന്നെ ഈ സമീപനം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് അങ്ങനെയല്ല ഉണ്ടാകുക. ആ ഒരു ദുരന്തമാണ് നമ്മുടെ രക്ഷിതാക്കളിൽ പലരും സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും തൊയ്യിബും തൊയ്യിബത്തും ദീനീബോധമുള്ള നല്ല ആളുകളെ പരസ്പരം ഇണകളാക്കി കൊടുക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അതാണ് യോജിപ്പ് എന്ന് പറയുന്നത്. ദുനിയാവിൻ്റെ യോജിപ്പല്ല അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ യോജിപ്പ് പരിഗണിക്കുമ്പോഴാണ് പ്രശ്നം. അതേപോലെ നമ്മുടെ സമൂഹത്തിൽ തറവാട്ടുകാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആദനബിൻ്റെ മക്കളാണെന്നുള്ളത് പറയാനേ ഉള്ളൂ. പറയുമ്പോൾ പറയും ഞങ്ങളൊക്കെ ആദനബിൻ്റെ മക്കളാണ്. പക്ഷെ വിഷയത്തേക്ക് എത്തുമ്പോൾ കല്യാണം അതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തറവാട്ടുകാരെന്നുണ്ട് ഒരു കൂട്ടം വേറെ രംഗത്ത് വരും. അപ്പോൾ തറവാട്ടുകാരായത് ഞങ്ങൾക്ക് യോജിക്കൂല, അല്ല ഞങ്ങളെ തറവാട്ടിൽ നിന്ന് അങ്ങോട്ട് അവിടേക്ക് കെട്ടിക്കൂല, അവിടേക്ക് കെട്ടിക്കൊണ്ടിരില്ല എന്ന് പറഞ്ഞിട്ട് തറവാടിത്തൻ പറയും. പഠിച്ചവൻ്റെ അടുത്ത് ഒരു സ്ഥാനമില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനെയുള്ളൊരു യോജിപ്പിനെ കുറിച്ച് ഒരു പരിഗണനയില്ല. അൻസാരികളിൽപ്പെട്ട പലരും അറബികളുടെ പ്രമുഖന്മാരാണ്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിപ്പിച്ചു കൊടുത്ത പല ആളുകളും ആരാണ്? മുഹാജിറുകളിൽ പരമദരിദ്രന്മാരാണ്. ഖുറൈശി കുടുംബത്തിൽപ്പെട്ടതാണ് സൈനബ റളിയല്ലാഹു അൻഹ. ആ സൈനബ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുക്കുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാണ്? അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയായിരുന്നു. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കി. അങ്ങനെ പ്രവാചകൻ്റെ വളർത്തുമകനായിക്കൊണ്ട് വളർന്നു വന്ന ആളാണ് സെയ്ദ്. ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആ തറവാടിന് അവരിൽപ്പെട്ട ഒരാളെ ഒരടിമയായി ഒരു മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള അക്കാലത്ത് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം തറവാടിൻ്റെ പ്രശ്നം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയാണത്. ഖുറൈശികൾ പ്രമാണിമാരാണ്, ഭരണകർത്താക്കളാണ്, ഒക്കെയാണ്. കല്യാണം കഴിക്കുന്ന ആളാരാണ്? വിദേശത്തുനിന്ന് അടിമ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് വില കൊടുത്ത് വാങ്ങിയ ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് അക്കാലത്ത് സങ്കല്പിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുത്തു. അത് കുഫുകളുടെ കല്യാണമാണ്. നമ്മുടെ നാട്ടിൽ കുഫയിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് പറയുക വയസ്സാണ്. യോജിപ്പിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വയസ്സാണ്. 5 വയസ്സ് പെണ്ണിന് കുറയണം, അങ്ങനെ പറയും. ചിലയിടത്ത് പിന്നെ അതിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. 7 വയസ്സാവും 10 വയസ്സൊക്കെ ആവും. പക്ഷെ റസൂലിൻ്റെ ആദ്യത്തെ വിവാഹം കുഫുകളുടെ വിവാഹം. ആദ്യത്തെ വിവാഹം കുഫുകളുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ആദ്യ വിവാഹത്തിൽ 2 കല്യാണം കഴിഞ്ഞു. അതിൽ മക്കളും ഉണ്ട്. നബിയേക്കാളും വയസ്സും എത്രയോ കൂടുതലാണ്. ആ ഒരു സ്ത്രീയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവാഹം ചെയ്തത്. റസൂലിൻ്റെ വിവാഹം കുഫു അല്ലാത്ത വിവാഹമാണെന്ന അഭിപ്രായം നമുക്ക് ആർക്കുണ്ടോ തോന്നില്ല. ഏറ്റവും സന്തോഷകരമായൊരു കുടുംബജീവിതം ഖദീജ റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു മരണപ്പെട്ടതിൻ്റെ ശേഷവും ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു. നിലവിലുള്ള ഭാര്യമാർക്ക് ചിലപ്പം അസ്വസ്ഥത ഉണ്ടാവില്ലേ, എന്തിനാ ഈ പണ്ട് മരിച്ചുപോയ ഒരു ഉമ്മാനെക്കുറിച്ച് ഇങ്ങനെ പറയണത്. അത്രയും സന്തോഷമുള്ള ഒരു ജീവിതം റസൂലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാർ പറയൽ എന്താണ്? വയസ്സ് രണ്ടാൾക്കും തുല്യ വയസ്സാണ്, അത് ശരിയാവില്ല. ആളുകളുടെ സംസാരം അതാണ്. ഇവിടെ കൂടുതൽ വയസ്സുണ്ടായിട്ട് സന്തോഷപൂർവ്വമുള്ള ജീവിതം ഉണ്ടായിരുന്നാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വയസ്സിലല്ല, തറവാടിത്തത്തിലുമല്ല, സാമ്പത്തിക മേഖലകളിലുമല്ല, സൗന്ദര്യത്തിലുമല്ല. സൗന്ദര്യം സ്ത്രീകളുടെ സൗന്ദര്യമാണോ? അതൊക്കെ 2 പ്രസവത്തോടെ ആ സൗന്ദര്യം പോകും. പണം കണ്ടിട്ടാണ് കല്യാണം നടത്തിയതെങ്കിൽ ഇന്നത്തെ പണക്കാരൻ നാളെ പാപ്പറാവും. വലിയ ബിസിനസ്സുകാരൊക്കെ പൊട്ടി പാപ്പറാകുന്നു.
കൂലിപ്പണിക്കാരനായ ആൾക്കാർ പണക്കാരായിട്ട് മാറുകയും ചെയ്യും. സമ്പത്തിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. അതൊന്നുമല്ല മാനദണ്ഡം. മാനദണ്ഡം എന്താണ്? അവർക്കിടയിൽ മതബോധവും സ്വഭാവ ഗുണങ്ങളുണ്ടാകും. അതുണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെട്ട് ജീവിക്കും. അപ്പോൾ ഇന്നത്തെ പണക്കാരനാണ് നാളെ പാപ്പറായി കഴിയുമ്പോൾ ഈ പെണ്ണ് പറയില്ല ഈ ജാതി ഒരു മനുഷ്യനാണ് എനിക്ക് കിട്ടിയത് എന്ന് അവൾ പറയില്ല. അയാളെ സമ്പത്തുള്ള സമയത്ത് അയാളെ കൂടെ ജീവിച്ച പോലെ അയാൾ കഷ്ടപ്പെടുന്ന ഘട്ടത്തിലും അയാളുടെ കൂടെ ഉണ്ടാകും, ഒരുമിച്ചുണ്ടാകും. അയാൾക്ക് ആരോഗ്യമുള്ള ഘട്ടത്തിൽ അയാളെ പരിചരിക്കുന്നത് പോലെ അയാൾ ക്യാൻസറോ ഇനി രോഗമോ ബാധിച്ചാലും അത് എൻ്റെ ഭർത്താവാണ്, എനിക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്, അയാളെ പരിചരിച്ചാൽ പടച്ചവനിൽ നിന്ന് പ്രതിഫലം കിട്ടും എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. ആ പരലോക ബോധമുണ്ടാകുമ്പോൾ മരിക്കുന്നവരെയും നോക്കും. തിരിച്ച് അതേപോലെ തന്നെ ഭാര്യയോട് മതബോധമുള്ള ഭർത്താവാണെങ്കിൽ അയാൾക്കുണ്ടാകും, അയാൾക്കും ആ മനസ്ഥിതി ഉണ്ടാകും. എൻ്റെ ഭാര്യ തീരെ സുഖമില്ലാതെ അവശാവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ പരിചരണവും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. അതൊക്കെ ചെയ്യുന്നതിൽ മാനസികമായിട്ട് വിഷമല്ല, സന്തോഷമാണുള്ളത്. ചെയ്ത് കൊടുക്കേണ്ട എൻ്റെ ബാധ്യതയാണ്, അത് ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അതായിരിക്കണം തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ കാര്യം. വിവാഹാന്വേഷണം നടക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മുഖ്യമായിട്ട് വേണ്ടത് എന്താണ്? കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഭാവ ഗുണങ്ങളും മതബോധവും. അതുള്ളവരാണെങ്കിൽ പരസ്പരം തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് തൗഫീഖ് ഉണ്ടാകും. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹായ, സദ്വൃത്തയായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ്. തിരഞ്ഞെടുക്കേണ്ടത് അതാണ് കുടുംബജീവിതത്തിന് സന്തോഷം. ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമായിട്ടുള്ളതും ഒരുപക്ഷെ സഹായകമായിട്ടുള്ളതാകും, പക്ഷെ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൗന്ദര്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, അത് പിന്നെ അങ്ങനെ കൂട്ടിക്കൊണ്ടെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, ഉണ്ടാക്കാൻ കഴിയും. ദീന് ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ പിന്നെ അത് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. ദീനീ ബോധമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആണെങ്കിൽ അവർക്ക് ദീനീയായ പഠനങ്ങൾ നൽകിയിട്ടും അത്തരം ആളുകളുമായി ബന്ധപ്പെടുത്തിയും വേദികളിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടും അവരുടെ ദീനീ ബോധം കൂട്ടി വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് മികച്ചതാക്കാൻ കഴിയും. മറിച്ചാണെങ്കിലോ കൂടുതൽ നാശത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബജീവിതം അന്വേഷണം നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർദ്ദേശിക്കുന്ന ഒന്ന്, കാണണം, കണ്ട് തൃപ്തിപ്പെടണം, അതൊരാവശ്യമാണ്. രണ്ടാമത്തെ നിർദ്ദേശം സ്വഭാവവും ദീനീ നിഷ്ഠയും മനസ്സിലാക്കണം. എന്നിട്ട് പരസ്പരം ഒത്തുപോകാൻ കഴിയുന്ന, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ വിവാഹം നടത്തുക. അതിൽ അള്ളാഹുവിൻ്റെ തൗഫീഖും സഹായവും ഉണ്ടാകും. അതിൽ വളർന്നു വരുന്ന സന്തതികൾ, തലമുറകൾ നല്ലവരായി മാറുകയും ചെയ്യും. അവരിടയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സ്നേഹം, പരസ്പരം കാരുണ്യം അത് അള്ളാഹു അനുഗ്രഹിച്ച് നൽകുമെന്നാണ്. അത് പടച്ചവൻ അനുഗ്രഹിച്ച് നൽകുന്നതാണ്. ആ ഒരു അനുഗ്രഹം പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തെയാണ് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ പടച്ചവൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹം ലഭിക്കും. ഇനി ഇതിനോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യമുള്ളത്, ഇപ്പോൾ സമൂഹത്തിൽ വിവാഹാന്വേഷണം നടത്താമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഭാര്യയും ഭർത്താവ് ആയി എന്നർത്ഥം. അവൻ്റെ വക ഒരു മൊബൈൽ അവൾക്ക് കൊടുത്തായിരുന്നു. പിന്നെ മണിക്കൂറുകളോളം രണ്ടാളും സംസാരിച്ചുകൊണ്ട്, അതും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം എന്താ പറഞ്ഞാൽ അവൻ അവളുടെ വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ അവൾ അവൻ്റെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് രണ്ടു പേരും ഒരേ ബൈക്കിൽ പോവുക, ഷോപ്പിംഗ് നടത്തുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്.
അതോടുകൂടെ വിവാഹമായി എന്നുള്ളിടത്താണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു ചടങ്ങുണ്ട്, ഉറപ്പിക്കലിനൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങ് കഴിയുന്നതോടുകൂടെ നിക്കാഹ് നടന്നതുപോലെയാണ് പരിഗണിക്കുന്നത്. പക്ഷെ യഥാർത്ഥം നിക്കാഹ് കഴിയുന്നത് വരെ ഈ സ്ത്രീയും പുരുഷനും അന്യരാണ്. ഇസ്ലാമികമായി രണ്ടുപേരും അന്യരാണ്. ആ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട സ്വത്തവകാശമല്ല, അനന്തരാവകാശമല്ല, കാരണം ഭാര്യയല്ല, ഭർത്താവുമല്ല. എന്തെങ്കിലും കാരണത്താൽ ആ വിവാഹം മുടങ്ങിയാൽ സാധ്യതയുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവ് എന്ന് പറയണമെങ്കിൽ നിക്കാഹ് കർമ്മം നടക്കണം. കർമ്മം നടന്നതിൻ്റെ ശേഷം മാത്രമേ അവർക്ക് ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ സംസാരിക്കാനോ ഇടപഴകാനോ പെരുമാറാനോ ഇസ്ലാം അനുവദിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ ലാഘവത്വത്തോടെ കാണുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത് ഭർത്താവാകുന്ന വധൂവരന്മാരാകുന്ന ആളുകളെ മനസ്സിലാക്കേണ്ടത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ തന്നെ അവന് സംസാരിക്കാൻ അവകാശപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ഇസ്ലാമികമായി ശരിയല്ല. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർ ഉറപ്പിക്കലല്ല വേണ്ട, നിക്കാഹ് നടത്താൻ വേണ്ട. എന്തിനാ ഉറപ്പിക്കൽ എന്നെ ചടങ്ങ്? രണ്ട് വിഭാഗത്തിൻ്റെയും കുടുംബങ്ങളെല്ലാം ഓഡിറ്റോറിയത്തേക്ക് വിളിച്ചിട്ട് ഒരു വലിയ പാർട്ടിയാണ്. കല്യാണത്തെക്കാളും നിക്കാഹിനേക്കാളും വലിയ പാർട്ടിയായിട്ടാണ് ചിലയിടങ്ങളിൽ ഖിത്ബത്ത് എന്നുണ്ട് നടത്തുന്നത്. ആ ഖിത്ബത്തിൻ്റെ ചടങ്ങ് നടക്കുമ്പോൾ അവർ നിക്കാഹ് കൂടി നടത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി ഭാര്യയും ഭർത്താവായി അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. അങ്ങനെ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ തെറ്റായ വഴിയിലുള്ള ഈ സമീപനങ്ങൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല കുടുംബജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു മഹത്വമാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ എവിടെയും പോയി കെട്ടിക്കോട്ടെ, നാട്ടിലൊക്കെ കല്യാണം നടക്കണില്ലേ, അങ്ങനെ പറഞ്ഞ് നമ്മുടെ സമുദായത്തെ വിടലേ. മറിച്ചൊരു നല്ല ജീവിതം സമൂഹത്തിനുണ്ടാകണം. അതിനെന്ത് വേണം? കാണണം, അന്വേഷിക്കണം, ദീനുണ്ടോ, സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ്, എന്നിട്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ വിവാഹം നടക്കണം. അങ്ങനെയുള്ള ആളുകളുടെ വിവാഹാന്വേഷണം നടന്നിട്ട് വിവാഹം നടക്കാതെ വന്നാൽ തകുൻ ഫിൽ അർളി ഫസാദുൻ അരീദ്, രാജ്യത്ത് വലിയ കുഴപ്പമുണ്ടാകും. നല്ല ആളുകളുടെ വിവാഹാന്വേഷണം മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നൊരവസ്ഥ വന്നാൽ അതിൻ്റെ അനന്തരഫലം ഫസാദുൻ അരീദ്, സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാകും, നാശമുണ്ടാകും. അത് റസൂലിൻ്റെ താക്കീതാണ്. വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ടത് സമ്പത്തോ തറവാടിത്തമോ സൗന്ദര്യമോ അല്ല, മറിച്ച് ദീനാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത്. പുരുഷനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അവൻ്റെ സ്വഭാവവും ദീനീ നിഷ്ഠയും അന്വേഷിക്കണം. അങ്ങനെയുള്ളവർ തമ്മിൽ വിവാഹം നടക്കണം. അങ്ങനെയുള്ളവർ തമ്മിൽ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ഫസാദുൻ അരീദ്, രാജ്യത്ത് കുഴപ്പമുണ്ടാകും, സമാധാനമുള്ളൊരു കുടുംബം ഉണ്ടാവില്ല. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ സമൂഹത്തിൽ അസ്വസ്ഥതയും കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്. സമാധാനമുള്ള കുടുംബത്തിൽ നിന്ന് സമാധാനമുള്ള മനസ്സുള്ള മക്കളും സമൂഹവും വളരുള്ളൂ. കുടുംബങ്ങൾ സമാധാനമുണ്ടാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ മദ്യപാനികളുടെയും അതുപോലുള്ള ആളുകളുടെയും കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണ്. ആ കുടുംബത്തിൽ നിന്നാണ് സമൂഹത്തിലെ ക്രിമിനലുകൾ വളർന്നു വരുന്നത്. അവരാണ് നാട്ടിൽ കുഴപ്പക്കാരായി മാറുന്നത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലേക്ക് സമൂഹം എത്തിപ്പോകും. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ശരിയാകാൻ നോക്കുക. വിവാഹം ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഇനി അങ്ങോട്ട് ശരിയാക്കാൻ നോക്കുക പരമാവധി. വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഖേദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അന്നങ്ങനെ ചിന്തിച്ചില്ല, അന്നത്ര ശ്രദ്ധിച്ചില്ല, എല്ലാവരും പറഞ്ഞു തന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്നവർ. പരിഹാര മാർഗങ്ങളുണ്ട്. ആ പരിഹാര മാർഗങ്ങൾ ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി ചെയ്യാം. ഒന്നായിട്ട്
നമ്മൾ വിചാരിച്ച പോലെ ഭാര്യ ആയി കിട്ടൂല. ഇപ്പോൾ ചില ആളുകളെ കണ്ടങ്ങനെ കല്യാണം കഴിക്കണം എന്ന് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ദീനൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇയാൾ മാറുന്നതിനനുസരിച്ച് ഭാര്യയും മാറണം. ഇയാളുടെ ആഗ്രഹം അതാണ്, അയാൾ ശ്രമിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും ഭാര്യമാരെന്ത് ചെയ്യില്ല, അങ്ങനെ മാറില്ല. കാരണം ഇയാൾ മാറണം എന്തുകൊണ്ടാണ്? ഇയാൾ ദിനേന ഖുർആൻ പഠിക്കുകയും ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടാണ് മാറ്റം വന്നത്. ഇതിനൊന്നും അവസരമില്ലാതിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മാറില്ല. ചിലപ്പോൾ അവൾ പറയും ചെയ്യും, നിങ്ങളിപ്പോൾ സൗദി അറേബ്യയിൽ പോയി 4 ക്ലാസ്സിന് പോയി വന്നപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാണ്ടായി എന്നിങ്ങോട്ട് തിരിച്ച് പറയും ചെയ്യും. അപ്പോൾ അതിനൊക്കെയുള്ള മാർഗം എന്താണ്? നമ്മൾക്ക് എങ്ങനെയാണോ ഈ മാറ്റങ്ങളും ഈ മതബോധവും ഉണ്ടായി കിട്ടിയത് ആ വഴിയിലേക്ക് അവരെയും തിരിച്ചുവിടുക. അങ്ങനെയുള്ള വേദികളും അവസരങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വായിക്കുകയും പഠിക്കുകയും ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദീന് വേണം എന്നൊരു ചിന്ത വരും. ഇങ്ങനെയൊന്നായ പോരാ, ആ ഒരു ചിന്ത വരും. അപ്പോൾ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. അങ്ങനെ ഘട്ടം ഘട്ടമായി ശ്രമിച്ചിട്ട് ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടുവന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു സന്തോഷവും സമാധാനവുമുള്ള ധാർമ്മികതയുള്ള പരലോകത്തേക്ക് കൂടി നമുക്ക് ഉപകരിക്കുന്നൊരു ജീവിതം ഉണ്ടാകും. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തുണ്ടാകും. ഇനി കുടുംബം തന്നെ കുറേയൊക്കെ സന്തോഷകരമായിട്ടാണ് ദീനിയായിട്ടാണ് തിരഞ്ഞെടുത്തതും നിലവിലുള്ള ജീവിതം അങ്ങനെയാണെങ്കിലും ഇത് മങ്ങിപ്പോകുമ്പോഴും ദീനിയായിട്ടുള്ള ജീവിതം ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ പളപളപ്പുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പരിസരത്ത് കാണുന്നൊക്കെ വേറെ കോലത്തിലാണ്, ഞാൻ മാത്രം ഇനിയിപ്പോൾ ഒരു ദീനായിട്ട് ഇങ്ങനെ നടക്കേണ്ടതില്ലല്ലോ എന്ന് ഇബ്ലീസിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്ന് അതിലൂടെ പിന്നിലേക്ക് പോകും. അങ്ങനെ പിന്നിലേക്ക് പോകാതിരിക്കുവാൻ ഇടയ്ക്കിടെ ശക്തമായ ഉത്ബോധനം നൽകിക്കൊണ്ടിരിക്കണം. ഉത്ബോധനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നിലവിലുള്ളത് നിലനിർത്തുവാനും പരിപോഷിപ്പിക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 3 തരത്തിലുള്ള ആളുകളും അവരവരുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാര്യയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളുണ്ടാവും, അതിൻ്റെ സൽഫലങ്ങൾ മക്കളിലും ഉണ്ടാകും. അപ്പോൾ പ്രവാസി ഇവിടുന്ന് നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഇതെൻ്റെ വാപ്പയാണ് എന്ന് പറയുന്ന മക്കളായിരിക്കും. അല്ല ഏതോ നാട്ടിൽ നിന്ന് വയസ്സായപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നൊരു സാധനം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് മക്കൾ എത്തുന്നതെങ്കിൽ നമ്മൾ ഇതിൽ പങ്ക് വഹിക്കുന്നവരായിക്കോട്ടെ. അവിടെയാണ് പ്രധാനം. ഇപ്പം എത്രയോ പ്രവാസികൾ സങ്കടം പറയുന്നൊരു വിഷയമാണ്. നാട്ടിൽ തിരിച്ചു ചെന്നിട്ട് ഇത്രയും കാലം അവർക്ക് വേണ്ടിയാണല്ലോ ജീവിച്ചതെന്നുള്ളൊരു തിരിച്ചറിവ് ആർക്കുമില്ല, മക്കൾക്കുമില്ല. അവഗണിക്കുക, തീർത്തും അവഗണിച്ചുകൊണ്ട് ജീവിതമാണ്. ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ അവരെ കയ്യിലുണ്ട്. എന്നിട്ടും അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിക്കണമെന്നാണ്. അപ്പോൾ ആ ഒരു മനോഗതി സമൂഹത്തിൽ വളരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മതബോധമില്ലാത്ത ഒരു ജീവിതം വരുന്നതാണ്. അവിടെയാണ് ഈ പറയപ്പെട്ട നിയമങ്ങളും ചിട്ടകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ പാലിച്ചാൽ നമുക്കൊരു സമാധാനമുള്ള ജീവിതം ദുന്യാവ് കിട്ടും, ആഖിറത്തിലും ഉണ്ടാകും. മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആദ്യം തിരഞ്ഞെടുപ്പ് ശരിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണം ലഭിക്കുന്ന നല്ല ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുവാനും സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങളായി തീരാനും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അള്ളാഹു നമുക്കെല്ലാം എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ. ഈ ഒത്തുചേരൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് സ്വർഗത്തിൽ ഇണകളെയും സന്തതികളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അള്ളാഹു നമ്മോടൊപ്പം നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.